വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു പാരഗ്രാഫാണ്. വായിക്കാം, എഴുതാം. വസുന്ധര എന്ന നീലപക്ഷി. വസുന്ധര പറന്നു ആദ്യം തൻ്റെ സ്കൂളിന് മുകളിൽ കൂടി. തൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ തോളിലേറ്റി സ്കൂൾ ഗ്രൗണ്ടിന് മുകളിലൂടെ. പിന്നീട് അനുജത്തിയുമായി നദികളും സമുദ്രങ്ങളും താണ്ടി പറന്നപ്പോൾ നേരം പുലർന്നു. അന്ന് അവൾ സ്കൂളിൽ ചെന്ന് കൂട്ടുകാരികളോട് തലേ ദിവസം അവരെയും ചിറകിലേറ്റി പറന്നത് പറഞ്ഞു കേൾപ്പിച്ചു. പതിവ് പോലെ എല്ലാവരും ചിരിച്ചു. തുടർന്ന് ഗ്രൗണ്ടിൽ അവരോടൊപ്പം പറന്ന സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു. ഭീമാകാരനായ പക്ഷി പറന്നതിന്റെ അടയാളം എന്നതുപോലെ മരങ്ങളുടെ ഇലകൾ ധാരാളമായി ഉതിർന്നു കിടന്നിരുന്നു. ക്ലാസ് മുറിയുടെ ഭിത്തികളിൽ വസുന്ധരയുടെ കൈയടയാളങ്ങൾ കാണാനുണ്ടായിരുന്നു. ഇതുവരെ ഒരു പരിഹാസ കഥാപാത്രമായി കണ്ടിരുന്ന അവളെ കൂട്ടുകാരികൾ ഭീതിയോടെ നോക്കി. ലക്ഷ്മി ശരവണകുമാർ. വസുന്ധര എന്ന നീലപക്ഷി എന്ന ഒരു ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റോറിയുടെ ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് തന്നത്. ഇനി അതിന് താഴെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരോടൊപ്പം പറന്നുകൊണ്ടിരുന്നപ്പോഴാണ് നേരം പുലർന്നത്? ആരോടൊപ്പം പറന്നുകൊണ്ടിരുന്നപ്പോഴാണ് നേരം പുലർന്നത്? എവിടെയാണ്? അനുജത്തിയുമായി നദികളും സമുദ്രങ്ങളും താണ്ടി പറന്നപ്പോൾ നേരം പുലർന്നു. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി, അനുജത്തിയോടൊപ്പമാണ്. രണ്ടാമത്തെ ബി, പതിവ് പോലെ എല്ലാവരും ചിരിച്ചു. എപ്പോഴായിരിക്കും ചിരിച്ച് ഉണ്ടാവുക? അവള് കൂട്ടുകാരെ ചിറകിലേറ്റി പറഞ്ഞപ്പോഴാണ് അവളെ കളിയാക്കിക്കൊണ്ട് പോകുന്ന പോലെ ചിരിച്ചത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്ത സി ക്വസ്റ്റ്യൻ, മരങ്ങളുടെ ഇലകൾ ധാരാളമായി ഉതിർന്നു കിടന്നത് എന്തിന്റെ അടയാളമായിരുന്നു? ഓപ്ഷൻ ഡി, ഭീമാകാരനായ പക്ഷി പറന്നതിന്റെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡി ക്വസ്റ്റ്യൻ, ഉറ്റ സുഹൃത്തുക്കളുമായി വസുന്ധര പറന്നത് എവിടെയാണ്? സ്കൂളിന് മുകളിൽ, സ്കൂൾ ഗ്രൗണ്ടിന് മുകളിൽ, നദിക്ക് മുകളിൽ, സമുദ്രത്തിന് മുകളിൽ. ഏതാണ് ശരി? ഓപ്ഷൻ 2, സ്കൂൾ ഗ്രൗണ്ടിന് മുകളിലൂടെയാണ്. 2 മാത്രമാണ് ശരി. നെക്സ്റ്റ്, വസുന്ധര പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൂട്ടുകാരികൾ അവളെ എങ്ങനെയാണ് നോക്കിയത്? ഓപ്ഷൻ ഡി, ഭീതിയോടെയാണ് അവളെ നോക്കിയത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സംഭാഷണം എഴുതാനുള്ളതാണ്, കോൺവെർസേഷൻ തയ്യാറാക്കാൻ. ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന 1ാം യൂണിറ്റിലെ ആദ്യ ഭാഗത്ത് മഴ നനഞ്ഞിരിക്കുന്ന പക്ഷിയെ ഓർമ്മയില്ലേ? അതിനെ അകത്തേക്ക് വിളിച്ചാലോ എന്ന് കുട്ടിക്ക് തോന്നി. അകത്തേക്ക് വന്ന പക്ഷിയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അപ്പോൾ കുട്ടിയും അകത്തേക്ക് വന്ന പക്ഷിയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ്. അപ്പൊ കുട്ടി എന്ത് ചെയ്യണം? ആദ്യം പക്ഷിയോട് അകത്തേക്ക് വാ എന്നും പറഞ്ഞ് പക്ഷിയെ ക്ഷണിക്കുക, അല്ലെ? എന്നെ ക്ഷണിച്ചതിന് നന്ദിന്ന് പക്ഷിയും പറയുക. പിന്നെ നനഞ്ഞത് നീ എവിടെ നിന്നാണ് വന്നത്, നീ എങ്ങനെയാണ് മഴ നനഞ്ഞത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് തയ്യാറാക്കേണ്ടത്. നിനക്ക് ആ മഴയത്തുണ്ടായ എന്താണ് നിനക്ക് മഴയത്ത് അനുഭവം ഉണ്ടായത്? അതിൻ്റെ മഴ അനുഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കോൺവെർസേഷൻ സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നി. അതിന് കാരണമായി രാജൻ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായവ ഏത്? പ്രസ്താവന 1, അവിടെ പോവാൻ 1000 രൂപ വേണം. പ്രസ്താവന 2, ആഗ്ര ഇന്ത്യക്ക് പുറത്താണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആഗ്ര ഇന്ത്യക്ക് പുറത്തല്ല, അല്ലെ? പ്രസ്താവന 3, തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യാനുള്ള പരിചയം വേണം. അപ്പൊ ഏതൊക്കെയായിരിക്കും? പ്രസ്താവന 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ, കാര്യം പുഴയ്ക്ക് നല്ല അറിവാണ്, കാരണം അത് പല നാടുകളും ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിലെ കാര്യവും കാരണവും ശരിയാണ്, അല്ലെ? പുഴയ്ക്ക് നല്ല അറിവുണ്ടാവും, കാരണം എന്താ? അത് എല്ലാ നാടുകളും ചുറ്റി സഞ്ചരിക്കുന്നതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇതിന്റെ കാര്യവും കാരണവും ശരിയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ യാത്രാനുഭവം തയ്യാറാക്കാനാണ്.
അന്ന് ആദ്യമായി കാണുന്നത് പോലെ രോഹിത് ആ കാഴ്ച കണ്ടു നിന്നു. അസ്തമയത്തിന്റെ ചുവന്ന വെളിച്ചത്തിൽ കാലുകൾ വിളിച്ചു നിൽക്കുന്ന ഒരു വലിയ എട്ടുകാലിയെപ്പോലെ ചീനവള്ളിയുടെ നിഴൽ, കായലിലൂടെ തുഴഞ്ഞു പോകുന്ന ചെറുതോണിയുടെ അറ്റത്തെ തുഴക്കാരുടെ നിഴൽ, ആരോ ചിത്രം വരച്ച പോലെ ആ കാഴ്ചകൾ അവന്റെ മനസ്സിൽ പതിഞ്ഞു. ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠത്തിൽ കാഴ്ചകളെ മനോഹരമായി വർണ്ണിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടതാണല്ലോ. നിങ്ങളുടെ വീടിന് സമീപത്ത് നിത്യവും കാണുന്ന ഏതെങ്കിലും ഒരു പ്രകൃതി ദൃശ്യത്തെ നിരീക്ഷിച്ചതിന്റെ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ഏതെങ്കിലും പ്രകൃതി ദൃശ്യം, അതായത് ഇപ്പോൾ ഒരു പാടങ്ങളെ കുറിച്ചുള്ളതോ പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ കുറിച്ചോ അല്ലേ, അതുപോലെ കാടും മലകളെ കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ അസ്തമയ സമയത്ത് ഉണ്ടാകുന്ന ആകാശത്തിൻ്റെ ഒരു വർണ്ണനയോ അങ്ങനെ എന്തെങ്കിലും ഒരു ദൃശ്യത്തെ നിങ്ങൾ നിരീക്ഷിച്ചതിൻ്റെ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മഴയ അനുഭവം എഴുതാനാണ്. മഴ പെയ്യുന്ന നാളുകളിൽ ചെറുതോടുകളിൽ ഒഴുക്ക് കൂടും. ചെറുമീനുകൾ സന്തോഷത്തോടെ ഒഴുക്കിനൊപ്പം തിരികെയും നീന്തിത്തുടിക്കും. കൈവെള്ളയിൽ പരൽ മീനുകളെ പിടിക്കാൻ വെറുതെ ശ്രമിക്കും. തണുത്ത വെള്ളത്തിൽ കയ്യും കാലും മുക്കി രസിക്കാൻ ഞങ്ങൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. മഴക്കാലത്തെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കുമല്ലോ. ഒരു മഴക്കാല അനുഭവം എഴുതുക. നിങ്ങൾക്കുണ്ടായ മഴക്കാല അനുഭവം നല്ലതുമാവാം ചീത്തയുമായിരിക്കാം. ചിലർക്ക് മഴക്കാലം എന്ന് പറയുന്നത് ചില സമയത്ത് നല്ല രീതിയിലായിരിക്കും. ചിലർക്ക് എന്തായിരിക്കും, വളരെ ദുരിതപൂർണമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങളുടെ മഴക്കാല അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് മോശമായ രീതിയിലാണ് നിങ്ങളെ ബാധിക്കുന്നതെങ്കിൽ മോശമായ രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ എഴുതുക. നല്ല രീതിയിലാണെങ്കിൽ മഴ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ആഹ്ലാദിച്ചു, നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നല്ല വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഒരു മഴക്കാല അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഓരോ മരവും ജീവനുള്ള കൂട്ടുകാരാണ്. മുറ്റത്തെ മാവും പ്ലാവും ചെറുചെടികളും എല്ലാം നിങ്ങൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെന്ന് കരുതുക. മരങ്ങൾ മനസ്സുള്ളവരാണ്, സ്നേഹമുള്ളവരും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറിപ്പ് തയ്യാറാക്കുക. ഇത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മരങ്ങൾ എന്ന് പറയുന്നത് മനസ്സുള്ളവരാണ്, മനുഷ്യനെ പോലെ മനസ്സുള്ളവരാണ്, അതുപോലെ സ്നേഹമുള്ളവരും ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇല്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പം മരങ്ങളെയും മനുഷ്യനെ പോലെ കാണുകയും സ്നേഹിക്കുകയും വേണം എന്നാണ് പറയുന്നത്. അവരും നമ്മുടെ ഓരോ മരവും അല്ലെങ്കിൽ ഓരോ പ്രകൃതിയിൽ കാണുന്ന ഓരോ വസ്തുവും എന്താണ്, നമ്മുടെ ജീവനുള്ള കൂട്ടുകാരെ പോലെ ആണ്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. നമ്മൾ ഓരോ പെറ്റുകളെ സ്നേഹിക്കില്ലേ, പൂച്ചേനെയും ഒക്കെ നായനെയൊക്കെ സ്നേഹിക്കില്ലേ എന്ന പോലെ നമ്മുടെ സുഹൃത്തുക്കളായി കരുതില്ലേ എന്ന പോലെ ചിലരെന്നാണ് ചെടികളെ പരിപാലിച്ച് എന്താണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പോലെ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ വിശകലന കുറിപ്പാണ് അടുത്തത് പറഞ്ഞത്. അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അപർണ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല മണം. എന്ത് മണം? അമ്മ മണം. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായ മകൻ രാവിലെ പഠിക്കുന്നതിനിടയിൽ അമ്മയെ വിളിച്ചു. ആദ്യം പതുക്കെ, പിന്നെ തെല്ലുറക്കെ. അങ്ങനെ 3-4 വട്ടം അമ്മ വിളി കേട്ടില്ല. പാഠപുസ്തകത്തിലെ ഈ 2 സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? അമ്മയെ കെട്ടിപ്പിടിച്ചെടുക്കുമ്പോൾ പറയും അമ്മയ്ക്ക് നല്ല മണമാണെന്നല്ലേ. എല്ലാവർക്കും അമ്മയെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അമ്മമാർക്കൊരു പ്രത്യേക മണം ഉണ്ടാവും. അത് എപ്പോഴും നമ്മൾ ആസ്വദിക്കുന്ന ഒരു സ്മെല്ലായിരിക്കും അല്ലേ, മണമായിരിക്കും. അപ്പോൾ അമ്മയുടെ അത്രയും സ്നേഹത്തോടെ ആ കുട്ടി ഉള്ളത് കൊണ്ടാണ് ആ കുട്ടിക്ക് ആ അമ്മയുടെ മണം പറയുന്നത്, അമ്മ മണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥിയായ ഒരു മകൻ രാവിലെ പഠിക്കുന്നതിന് അമ്മയെ വിളിച്ചു. അപ്പോൾ ആദ്യം പതുക്കെ വിളിച്ചു, പിന്നെ ഉറക്കെ വിളിച്ചു, പിന്നെ കുറേ പ്രാവശ്യം വിളിച്ചു. അമ്മ വിളി കേട്ടില്ല. എന്തായിരിക്കും? അമ്മ ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ 2 ഒറ്റക്കായി പോകുന്ന ഒരു അമ്മയുടെ മണം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ മണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയാണ് 2ാമത്തെ ഭാഗത്ത് പറയുന്നത് അല്ലേ. അവന് അമ്മയുടെ മണം ആസ്വദിക്കാൻ ഇനി മുതൽ കഴിയുന്നില്ല, കാരണം അമ്മയില്ല, അമ്മ വിളി കേൾക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ ഡയറി തയ്യാറാക്കാനാണ്. കടുത്ത വേനൽക്കാലമായിരുന്നു. രാത്രിയിലും നല്ല ചൂട്. വർഷ വിയർത്തു കുളിച്ച് ഉറക്കം വരാതെ കിടന്നു. പിന്നെ മയങ്ങി. ഒരാൽമരം കാറ്റിലിളകുന്ന ഇലകളുമായി അവൾക്കരികിലെത്തി. കാറ്റിന്റെ സുഖത്തിൽ, ഇലകളുടെ തണുപ്പിൽ അവൾ സുഖമായി ഉറങ്ങി. പിന്നെ സ്വപ്നത്തിൽ നിന്നുണർന്നു.
ഈ സ്വപ്നത്തെക്കുറിച്ച് വർഷം എഴുതാനിടയുള്ള ഡയറിക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഒരു ഡേറ്റും അല്ലേ, ദിവസവും ഡേറ്റും ഇടുക, തീയതിയും ഇടുക. തീയതിയും ദിവസവും എഴുതിയിട്ട് ഇന്ന് എങ്ങനെയാണ്, ഇന്ന് വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു. വളരെ ചൂടുള്ളൊരു ദിവസമായിരുന്നു. രാത്രിയും നല്ല ചൂടായിരുന്നു. ഞാൻ ആകെ വിയർത്ത് കുളിച്ച് ഉറക്കം വരാതെ കിടക്കുകയായിരുന്നു. പിന്നെ എപ്പോഴോ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് മയങ്ങി. പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. എന്താണ്? ഒരു ആൽമരം കാറ്റിലിളകുന്ന ഇലകളുമായി എനിക്കരികിലെത്തുന്നതും ആ കാറ്റിൻ്റെ സുഖത്തിൽ, ആ ഇലകളുടെ തണുപ്പിൽ ഞാൻ സുഖമായി ഉറങ്ങുന്നതും, ഞാൻ സുഖമായി ഉറങ്ങുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ സുഖമായി അങ്ങനെ അത് അനുഭവിക്കുന്നത് പോലെ, അനുഭവം എനിക്ക് ഉണ്ടായതുപോലെ ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങി എന്നാണ് പറഞ്ഞത്. പിന്നെ പതുക്കെ കുറെ കഴിഞ്ഞപ്പോൾ എന്താണ്, സ്വപ്നത്തിൽ നിന്ന് വീണ്ടും ഉണർന്നു. ഇതൊരു നല്ല എനിക്കത് അനുഭവിക്കാൻ സാധിച്ചു. അപ്പം നല്ലൊരു അനുഭവം ആയിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാവുന്നതാണ്. ഒരു ഡയറി കുറിപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ്. ഇനി അടുത്തത് പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ ഒരു മായലോകം എന്ന പാഠഭാഗത്ത് മണ്ണിനെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകമാണ് മണ്ണ്. പുതുതലമുറ മണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗം തയ്യാറാക്കുക. നമ്മൾ എങ്ങനെയാണ് ആദ്യം പ്രസംഗം തയ്യാറാക്കുമ്പോൾ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പുതുതലമുറ മണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതാ ഒരു മായാലോകം എന്ന ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 5ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? മണ്ണിനെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതേക്കുറിച്ച് തന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. മണ്ണിനെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകമാണ് എന്തെന്ന് പറയുന്നത്? മണ്ണ് എന്ന് പറയുന്നത്. മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ അത്യാവശ്യ സാധനങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. മണ്ണിനെ നമ്മൾ സ്നേഹിക്കണം. മണ്ണ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൃഷി ചെയ്യുന്നത് മണ്ണിലാണ്. അപ്പം മണ്ണിനെ നമ്മൾ നശിപ്പിക്കരുത്. ഇന്നത്തെ പുതുതലമുറ എന്താണ്? മണ്ണിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് മണ്ണ് ഉള്ള ഭാഗങ്ങളൊക്കെ ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? മണ്ണൊക്കെ അപ്പോൾ പുഴയിൽ നിന്നാണെങ്കിൽ മണൽ വരുന്നു, അല്ലാതെ നമ്മുടെ മണ്ണുള്ള പ്രദേശങ്ങളൊക്കെ നികത്തി അല്ലേ, മണ്ണൊക്കെ വാരി അവിടെയൊക്കെ വേറെ വല്ലതും നിർമ്മിക്കുന്നു. ഇന്നത്തെ തലമുറ മണ്ണിനെ സ്നേഹിക്കുന്നില്ല. എല്ലാവരും മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല. എല്ലാവരും മറ്റുള്ള ജോലികളിൽ ഏർപ്പെടുന്നു. മണ്ണിനെ പണ്ടൊക്കെ നമ്മൾ മണ്ണപ്പം ചുറ്റുമൊക്കെയാണ് കളിച്ചത്. ഇന്ന് കുട്ടികൾ മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല. എല്ലാവരും പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളുമായി ഫ്ലാറ്റിൻ്റെ അകത്തളങ്ങളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം എന്നും പറഞ്ഞ് എൻ്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്ക് നന്ദി, നമസ്കാരം എന്നും പറഞ്ഞ് അത് അവസാനിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ പ്രസംഗം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.